നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ മുരുകാ സർവേശ്വര. ഓം ഹര നമ പാർവതീപതയേ. വെற்றிவேல் முருகனுக்கு, வெற்றிவேல் முருகனுக்கு, வெற்றிவேல் முருகனுக்கு. താനി സർവാണി ശസ്ത്രാണി ദൈത്യസ്യാസ്യ ദുരാത്മന ഏകൈകസ്യ സ്വരൂപസ്യ സപ്താധിഖ്യേന ശിഖ്രത ആഗത്യതാനി ഹത്വാശു സ്വരൂപാണി യയുർഗുഹം ശൂരയേകസ്തദാ തസ്തേ പരിശിഷ്ടോ ഗുഹാന്തികേ. തമേനമസുരം വീക്ഷ്യ ദേവ പരമവൈഭവ ഏതാനി തവ രൂപാണി ദൃഷ്ടവാനസ്മി ദാനവ. മദീയമഭിരൂപം ത്വം പശ്യേത്യുക്താമരേശ്വര ജഗ്രാഹ വിശ്വരൂപം സ്വമവാങ്മനസഗോചരം. മഹാന്താ പർവതാപാദതലമധ്യേ വ്യവസ്ഥിതാ സാഗരാ പ്രപദേ തസ്യ താരകാഹ്ലൈദിനീഗ്രഹ. പാദാങ്കുലീഷു വിക്രാന്തൗ ഗുൽഭയോ ശശിഭാസ്കരൗ നൈര്ത്യാ പാപതീതാവപ്യത്രൈവാന്തർഗതാവുഭൗ. ജംഗയോർഋഷയശ്ചിന്താമണിർജാനൗ മഹേഷിതു വിദ്യാദയസ്ഥിതോ ഇന്ദ്രജയന്തൗ സംസ്ഥിതൗ. കടിസന്ധൗ കാലയമവസുരാ കടിദേശക പാർശ്വഭാഗേ സ്ഥിതാ ദേവാ നാഗാ ഗുഹ്യാദിദേശിശ. ശേഭസ്മദ സ്ഥമവൃതം നാഭാവുത്പത്തിർജഗതാം പ്രഭോ. ദിവ്യേ വക്ഷസി ശാസ്ത്രാണി ജ്ഞാനം യജ്ഞോപവീതകം. അണ്ഡാനിരോമകൂപേഷു പാണസോഘസ്യ സംസ്ഥിതി ബ്രഹ്മാ വിഷ്ണുശ്ച ഭുജയോരങ്കുലീഷ്വമരസ്ത്രിയ. ശബ്ദജാലമശേഷം തത്ഖണ്ഡദേശേ സമാശ്രിതം ആസ്യമധ്യേ സ്ഥിതാ വേദാ ദേവദേവസ്യ ഭൂസുരാ. അക്ഷരാണി ച ദന്തേഷു ജിഹ്വായാം ദുഃശിവാഗമാ സപ്തകോടി മഹാമന്ത്ര ഓഷ്ടദേശവ്യവസ്ഥിത. വായുർനാസിക സംസ്ഥോസ്യ നേത്രയോരിന്ദുഭാസ്കരൗ ദിശശ്രോത്രപ്രദേശസ്ഥാ ലലാടേ പ്രണവേ സ്ഥിത. പരമാത്മാ ശിവത്സാക്ഷാത് സ്വയം ശിരസിരാജതേ. ഏവം അത്യദ്ഭുതരൂപം ദർശയാമാസ ഷൺമുഖ. வெற்றிவேல் முருகனுக்கு, வெற்றிவேல் முருகனுக்கு, வெற்றிவேல் முருகனுக்கு. ദൃഷ്ട്വൈതദ്ദമരാ സർവേ ഭയകമ്പിത വിഗ്രഹ കൃതാഞ്ജലിപുടാമൂർധ്നി സ്തുതിച്ചക്രുപരാം തദാ. താൻ വീക്ഷ്യ കൃപയാ ദേവോ മാസ്തുഭിർവോ അമരാ ഇഹ ഇത്യുവാചകൃപാംബോധിർഗുഹ പരമപാവന. വെற்றிவேல் മുരുകനുക്ക്. തുഷ്ടുവശ്ച തദാ ദേവ സുബ്രഹ്മണ്യം പ്രണമ്യതേ. ശൂരസ്തുതാദൃശം രൂപം ദൃഷ്ട്വാ ദേവവശാദയം. വെற்றிவேல் മുരുകനുക്ക്. ചിത്തേ സഞ്ചിതയാമാസ പ്രാപ്യജ്ഞാനം ഗുഹസ്യ സ ഹത്വാ സുരീമയം സേനാമന്യൈരഭി മയാ സഹ. വെற்றிவேல் മുരുകനുക്ക്. കൃത്വാ യുദ്ധം മഹാഘോരം ഇന്ദ്രലോകരഥം പുന കൃത്വാ ശോഷകം മായാം മത്കൃതാം ച വിനാശയൻ. അനന്യസദൃശം രൂപം സസുരാസുരമാനുഷം അനന്തകോടി ബ്രഹ്മാണ്ഡ കൃതാവാസമദർശയൻ. വെற்றிவேல் മുരുകനുക്ക്. തമേനം മൂഢബുദ്ധ്യാഹം ജ്ഞാനവാദസ്മി ബാലിശം അയമേവ മഹാദേവ പരമാത്മാ സ്വയം ശിവ. വെற்றிவேல் മുരുകനുക്ക്. പുത്രസിംഹമുഖാവേവം മുക്തുവനൂപുരാകില നശ്രുതോ തദ്ദുജോസ്മാഭിർമദൈനൈരൈശ്വര്യമാനിഭി പാദരോമാസു കൃഷ്ടാനി തസ്യാണ്ഡാന്യഖിലോനിമേ. ആപാദമസ്തകം നൈത്രേരസ്യ രൂപം മയേക്ഷിതം. അനേകകാലം ലസതി സൗന്ദര്യം തു നവം നവം അലം ബുദ്ധിർന ഗുരുദേ തരാം പ്രീതിസ്തു ജായതേ. തപോ മഹിംനാദസ്യൈദം ദൃഷ്ടവാനസ്മി വിഗ്രഹം കൃപയാ മയി ദേവോയം യുദ്ധായത്ര സമാഗത. ജായതേ ചതരാം ഭക്തിരേതസ്മിന്നന്തരാത്മനി പ്രദക്ഷിണ നമസ്കാര സ്തോത്രേഷു ച മനോ മമ. പരിസ്ഫുരിതി മേ നേത്രം ദക്ഷിണം ബാഹുരപ്യഹോ ജ്ഞാത്വാ ശത്രുസഹായാരഥമാഗതം തം മനോ മമ. പരിദ്രവതി ഗോപേന പരിപ്ലുഷ്ടം തരാമിഹ ഹന്തും യതി ച ദേവോയം ആഗതോ മാം രണം സ്ഥലം. കോതിപാരസ്തദാ തസ്യ
ഈലാമേവ ചകാരസ അദർശൻ മഹാദേവോ ദേവതാനാം ച ബന്ധനൈ നയുക്തമിതി മാം കേചിദൂചിരേ ജ്ഞാനമോഹിത അനേന യസ്മാദയുധം വീര്യം കീർത്തിസ്തതസ്തരാം മുക്ത്വാ ദേവാൻ പ്രണമ്യൈനം സ്ഥിതം ചേത് കുതതോ മമ ഏവമാദിവിചാര്യാത്ര മനസാസ്മിൻ സ്ഥിതേ സതി ഉപസംഹൃത്യ വിശ്വാത്മാ വിശ്വരൂപം ബഭുപ്പുന ജ്ഞാനം ച തസ്യ പ്രാചീനം സ്വരൂപമഗ്രഹീദ്വിജാ. വെற்றிവേൽ മുരുകനുക്ക്. വിജ്ഞാനേ ബഹൃത്യേ ദൈത്യേ കോപേന പരിപീഡിത വീക്ഷദേവം വിഹസ്യായം കരവാസ്ഫാള്യഭീഷണം യോദ്ധുമയാ സമർത്ഥോയം മായയാ വപുരഗൃഹീത് അന്യാദൃശം ക്ഷണേനൈതത് ന ഗൃഹീതം മയോശിഷ തസ്മാന്മത്സദൃശോ നാസ്തി ലോകേഷു ഹി വിജ ക്ഷണപശ്ചാദേനം ജയിഷ്യാമി ദേവാൻ സർവാൻ ക്ഷണേന താൻ പ്രേരകാനസ്യ ബാലസ്യ ഭക്ഷീഷ്യാമ്യ സംശയം ഇതി സഞ്ചിന്യ മനസാ ദുരാത്മാ വിധിനോദിത മഹാന്ധകാരം സമ്പാദ്യമായയാ ഭീഷണം വപു അനേകപാണിപാതനകമനേകമുഖഭീഷണം ഗൃഹീത്വൈതാദൃശം ഘോരമുത്ഥിതോ വ്യോംനി ഭൂസുരാ തത്ര സ്ഥിത്വാ സുരാൻ സർവാൻ വീക്ഷകോപേന ദാനവ പ്രവൃത്തോ ഭക്ഷിതും ശീഘ്രാത് പ്രസാര്യാത്മകരാൻ ബഹൂൻ തഥാ ദേവാ വൃഷം ത്രസ്താത് സുബ്രഹ്മണ്യാം സുരേശ്വരം. വെற்றிവേൽ മുരുകനുക്ക്. രക്ഷ രക്ഷ കൃപാംബോധേ ഭക്താനാമഭയപ്രദ മാരയ മാരയ മാരയാശുതരാത്മാനാം ദേവാനാം ഭയദായിനം. വെற்றிവേൽ മുരുകൻ. മഹാഘോരം മഹാപാപം ഭർഷയന്തം ജഗത്രയം ഇത്തം പ്രഭേമാനസ്തേ ദുദ്രുവശ്ച സമന്തത. വെற்றிവേൽ മുരുകനുക്ക്. മയൂരരൂപോ മഘവാന പ്രാർത്ഥയത സാവപി തദേഷാം തു വചശൃണ്വൻ ദേവേശ കൃപയാന്വിത അവേക്ഷ്യ ശക്തിമതുലാം ശത്രുസംഹാരകാരിണീം ധിദ്വാവിത്വാസുരം ശീക്രധാഗച്ഛേതി മുമോചതാം മന്ദം മന്ദം വിനിർഗത്യ സൂര്യകോടി സമപ്രഭ വർഷയന്തി മഹദ്വഗ്നിം വിനിവാര്യാസുരം തമ മായാരൂപം ച തസ്യാശു ശക്തിരേഷാ സമാഗത യഥാശൂരസ്യ നികടം തദാനീമസുരോത്തമ അനശ്വരം കഥാപ്യേനം കിം മാം ശക്തി കരിഷ്യതി വിഹസ്യ കോപാദസുരോ ലോകാൻ ഹത്വാ ക്ഷണാശിശും. വെற்றிവേൽ മുരുകനുക്ക്. ഹനിഷ്യാമീതി വേഗേന ഗത്വാ മധ്യം വയോനിധോ സ്ഫുരദ്വഹ്നി പ്രവാളൗകം ധൂമരാശിച്ഛദാവൃതം തപ്തകാഞ്ചന പുഷ്പാദ്യം ശ്യാമരത്നശലാടകം രക്തോഫലഫലാകീർണം മേഘശാഖാമനോഹരം ബ്രഹ്മാണ്ഡഭിത്തിപര്യന്തം ഗതമൂലം മഹോന്നതം വിതന്വാനം ഘനഛായാം ലക്ഷയോജനദൂരത ഹരേർലോകം ബ്രഹ്മണോ വിമഹീസുരാദിക്പാലാനാം ച സർപ്പാണാം സൂര്യചന്ദ്രവ്യവസ്ഥിതാം മാതൂണാം കന്യകാനാം ച ലോകാൻ സപ്തവയോനിധീൻ അണ്ഡഭിത്തിം തഥാ സ്ഫാല്യധാരയന്തം മഹീപവി ഗൃഹീത്വൈതാദൃശം കാരം ചൂതവൃക്ഷസ്യ ദാനവ അപീഠയജ്ജഗത്സർവം സ്കന്ധൈരാസ്ഫാല്യമന്യുന തഥാടോപവശാദ്ഭൂമിരസ്ഫുടദൃശ്യകമ്പിത അധോ ഭുവനജ്വാലാ നിത്യപദം തഥാ വൃഷം ആദികൂർമോ അഷ്ടദിങ്നാഗോ അനന്താദ്യാമഹോരക ചകമ്പിരേ സമുദ്രാണാമേഘിഭാവോ ഭവത്തത ഗിരിയസ്കാരകാ സർവാ നൃപതൻ സർവതോദ്വിജ ചന്ദ്രസൂര്യാവുഭൗ സർവൈർഗ്രഹാൻ മുക്താരതാൻ സ്വകാൻ അപാലയാസ്തരാം ദ്രസ്ത ഹാഹേതി പരോ ഭുവം കൈലാസം കേചിതമരാമേരാവവിഗതാസ്തത പവാദ ബ്രഹ്മണോ വൃണ്ടം വിഭിന്നം ഭൂതലേ വൃശം ഏവമേതസ്യ ദൈത്യസമ്യായാം വീക്ഷതുരാത്മന ഗുഹസ്യസ്യാപരാശക്തി കോപേനാത്യന്തഭീഷണ ഗുഹസ്യസ്യാപരാശക്തി കോപേനാത്യന്തഭീഷണ മഹാ സംഹാരരുദ്രാഭാ വ്യാപ്നുവന്തി ജഗത്തരാം. വെற்றிവേൽ മുരുകനുക്ക്. വിധാതൃഹർമ്മമധ്യസ്ഥ ജ്യോതിർലിംഗസ്വരൂപിണി മഹാഭൈരവശൂലസ്യ സമപ്രഖ്യാതിഭീഷണ ദഹന്തി സകലാൻ ലോകാൻ മുക്ത കൈലാസപർവതം ശോഷയിത്വാ തഥാംഭോധീനാഗത്യാമം ദ്യുതാകരോ തതസ്തു ദാനവ പാപത്യക്തച്ചൂതസ്വരൂപവാൻ സസ്വരൂപം ഗൃഹീത്വായം ഖഡ്ഗമാദായ വേഗത തമേനമസുരം ഘോദം വക്ഷോ ഭിത്വാ ദ്വിജോത്തമ വിനിർഗത്യ പുനഃശക്തിർ ഭാസയന്തി വിയസ്ഥലം. വെற்றிവേൽ മുരുകനുക്ക്. ശൂരസംഹാര സ്വാമിക്ക്.
സ്തൂയമാനാസുരൈ സർവൈർവ്യോമഗംഗാവശിക്ഷണാത് സ്ഥാനാത്വാ ദേവാദിദേവസ്യ കരമാവമഹീശ്വര ദ്വിതാഭൂതോസുരോ പാപോ ഭാഗനൈകേന ബർഹിണ കുക്കുടസ്യാവരേണായം ശരീരാഭ്യാം വിനിർഗത മയൂരകുക്കുടാകാരോ പരമേശം ഗുഹം ദദ യോടുമഭ്യാഗതോ ഗോപാദുത് പ്ലുത്യോതത്പ്ലുത്യരംഹട കൃപയാദൗ ഗുഹ സാക്ഷാത് പരമാനന്ദവിഗ്രഹ മയൂരകുക്കുടാവേദാവലോകേയഭഞ്ജസ തയോർബഭൂവ വിജ്ഞാനം തദാനീത്യക്തഗർവയോ പ്രണമ്യതൗ ഗുഹം ദേവദേവം തുഷ്ടുവത്തുർദൃശം സുബ്രഹ്മണ്യസ്തദാ വീക്ഷ്യ കുക്കുടം ഭീമവിഗ്രഹം ധ്വജരൂപേണ ദിഷ്ടാസ്മിൻ മന്ത്രതേതി ജഗദാദം തദാജ്ഞാം ശിരസാ കൃത്വാ കുക്കുടപ്രാപ്തചേതന ആരൂഹ്യത്യസ്യ പരമേ രഥേ സ്ഥിത്വാദിഭീഷണം മഹാരവം ചകാരാശു പ്രളയാംഭുതമേകവത് അവരുഹ്യ മയൂരാത് സ്വാദാരുവൈനം ശിഖണ്ഡിസം ഇന്ദ്രരൂപാത് ഗുഹശീക്രം അത്രാവതയമുദ്വിജ മയൂരസ്തു തഥാ ഭൂമൗ അന്തരീക്ഷേ ച ദിവ്യവി സർവലോകേഷു ധൃത്വൈനമധാവദ്ഭൂസുരാക്ഷണാത് ധാവതോ ബർഹിമോ വേഗാദബ്ധയോ ബിന്ദുവസ്തുസ്തദാ പപാദമേരുഭൂപൃഷ്ടേ പൃഥിവ്യപിതദാ സ്ഫുടത് അഗ്നിവായുയഗസ്സാദേ ബ്രഹ്മാണ്ഡേന വൃഷം തദാ വിദത്യകേകീസൗ പക്ഷൗ കേകാരാവേർജഗത്രയം വിഭീഷം സത്യദാദന്ത്യം ഭഭ്രാമാശു സർവദ ഉത്പാദയം ഭയം ശേഷരാഹുക്കേത്വാദിനാം വൃശം ഉവാഹ്യദേവസേനേശം സുബ്രഹ്മണ്യം മഹാബലം മേഘരൂപോ ഹരിര്യദ്വത് പരമേശമവാഹസ പ്രേരയിത്വൈനമാശാസു സർവൈത്ര നദശിഖണ്ഡിതം അനന്തകോടിച്ഛണ്ഡാംശു പ്രഭാപരിഗതോ ഗുഹ പ്രാപയുദ്ധസ്ഥലം വേഗാദ്യക്തദ്ദേവമുഖസ്ഥിതൗ വെற்றிവേൽ മുരുകനുക്ക് തദാവഹിനിമരുത്വന്തൗ രൂപം കുക്കുടഭർത്തിതോ ഗുഹാജ്ഞയാ പരിത്യക്ത്വാ രൂപം ജഗൃഹതൗ സ്വകം നമസ്കൃത്യ ഗുഹം ഭക്ത്യാ ഭൃശം തുഷ്ടുവതുസ്തദാ തഥാ ഭൂതാനി വീരാശ്ച സഹസ്സേനാധിപൈർബലൈ സംഗത്യ ദേവമാവൃതചക്രു കോലാഹലാരവാൻ ബ്രഹ്മവിഷ്ണുമുഖാദേവ പ്രണമ്യ ഗുഹമവ്യയം പ്രകൃഷ്ടമനഃ സർവേപ്യേ സ്തുവൻ ദേവനായകം കൃപാപൂരിതദൃഷ്ടൈതാ നവലോകയ അഗ്നിഭൂ മൃതശൂര ഇതി ശ്രുത്വാ തദ്ഭാര്യാ പത്മകോമള തദാനീമവരമരണമാപേയം ഭൂസുരോത്തമ വിവിശുശ്ച പരാന്യാര്യസ്തസ്യ വഹ്നിമനോഹരം ശൂരദീനാം മൃതി ശ്രുത്വാ ഹിരണ്യശൂരപത്മജ ഹന്താദാതവചോ സ്മാഭീരിതം നശ്രുതം ത്വയാ മൃതക്കുക്കുടരൂപേണ ധ്വജേദിഷ്ടസി വൈരിണ മയൂരം രൂപമാസ്തായ വഹസ്യേനം കിലാധുന ഏവമാദിവിഭല്യായം യദ്യദൃഷ്ടോസ്യ സൈനികൈ ഭാദന്തേ മാം തദാദ്യന്തം ഇതി സഞ്ചിന്യ ചേതസി ഗദാശുക്രസ്യ നികടം സ്വഗുരോദാനവാത്മജ കൃത്യാനികൃത്യായം ഐശ്വര്യം ക്ഷണഭംഗുരം വിനിത്യ ശിവമുദ്ദിശ്യ മോക്ഷാർത്ഥീതആശ്രിത യപഠേത് ശൃണുയാത് ആഖ്യാനം പരമാത്ഭുതം തസ്യ ശത്രുഭയം നാസ്തി സുബ്രഹ്മണ്യകൃപാബലാത് തസ്യ ശത്രുഭയം നാസ്തി സുബ്രഹ്മണ്യകൃപാബലാത് തസ്യ ശത്രുഭയം നാസ്തി സുബ്രഹ്മണ്യകൃപാബലാത് ശ്രുത്വാ ഋഷിമുഖേഭ്യസ്തദേത വിഷ്ണുരിപും കാലനേമിം മഹാഘോരം അജിഗത് ബ്രാഹ്മണോത്തമ ഉപമന്യോ ഋഷിശ്രേഷ്ഠ ശ്രുത്വാ കൃഷ്ണോ ജഗൽപതി ഭൗമാഭീനസുരാൻ പാപാൻ ഹതവാൻ ക്ഷണമാത്രത ശ്രുത്വാ പിതാമഹശ്ചക്രാദ്ധതീജസ്തപത്താംബര ആഖ്യാനമേതദഖിലം അജിയദ്ധരിമച്യുതം. ഇത് ശ്രീ സ്കാന്ദമഹാപുരാണേ ശങ്കരസംഹിതായാം ശിവരഹസ്യഖണ്ഡേ യുദ്ധകാണ്ഡേ പഞ്ചത്രിംശോऽധ്യായ. സുബ്രഹ്മണ്യ ഈ വിധത്തിൽ ശൂരപത്മാസുരൻ്റെ വധത്തിൻ്റെ പാഠഭാഗം നമ്മൾ വായിച്ചു. നമുക്ക് ഭഗവാന്റെ ആ എന്താ പറയുക രൂപം, വൈഭവം അതൊക്കെ എങ്ങനെയായിരുന്നു ആ സമയത്ത് എന്നുള്ളത് ഒന്ന് ചിന്തിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഭഗവാനുമായിട്ട് അനവധി മായാരൂപങ്ങളിൽ യുദ്ധം ചെയ്ത ആ ദാനവൻ അവൻ്റെ മഹാത്ഭുതം ദർശിച്ചിട്ട് പരിഭ്രാന്തരായിട്ടുള്ള ദേവന്മാർ നാലുപാടും ചതുറിയോടി. ഭഗവാൻ കൽപ്പിച്ചു തൻ്റെ അസ്ത്രങ്ങളോട്, നിങ്ങൾ പാഞ്ഞു ചെന്ന് ശൂരപത്മാസുരൻ്റെ സർവമായാശക്തി രൂപങ്ങളെയും സംഹരിച്ച് മടങ്ങിയാലും. ഇങ്ങനെ കൽപ്പിച്ച മുരുകദേവൻ 1000 കോടി ബാണങ്ങൾ തൊടുത്തുവിട്ടു. അവ അസുരവീരൻ്റെ സകല മായാരൂപങ്ങളെയും നശിപ്പിച്ച് വീണ്ടും മുരുകനെ തന്നെ വന്ന് ആശ്രയിച്ചു. മായാരൂപങ്ങളൊക്കെ നഷ്ടപ്പെട്ട ശൂരപത്മൻ കോപാകുലനായിട്ട് യുദ്ധക്കളത്തിൽ ഒറ്റയ്ക്ക് നിന്നു. മുരുകൻ പത്മാസുരന് ആ സമയത്ത് വിശ്വരൂപം നൽകാൻ തീരുമാനിച്ചിട്ട്
ഭഗവാൻ തൻ്റെ വിശ്വരൂപത്തെ കാണിച്ചു കൊടുത്ത് മഹാഭാവിയായിട്ടുള്ള അവന് ആ അവസാന നിമിഷത്തിൽ തൻ്റെ യഥാർത്ഥ രൂപം കാണാൻ വേണ്ടിയിട്ട് ദിവ്യമായിട്ടുള്ള കണ്ണുകളെ കൊടുത്തു. അപ്പോൾ അവൻ എത്ര ഭാഗ്യം ചെയ്തവനാണെന്ന് ആലോചിച്ച് നോക്കൂ. ആ ദിവ്യചക്ഷുസ് ലഭിച്ച ശൂരപത്മൻ തനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ നിൽക്കുമ്പോൾ ആ ദേവൻ അസുരൻ്റെ അടുത്ത് പറഞ്ഞു, മേഘങ്ങളിൽ മിന്നിമറിയണ മിന്നലുകളെപ്പോലെ നമ്മുടെ മുന്നിൽ നീ പല വേഷങ്ങളും ധരിച്ചു വന്നു. അവയെല്ലാം ബാണങ്ങൾ പ്രയോഗിച്ച് ഞാൻ നശിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ വിനാശമില്ലാത്ത എൻ്റെ വിശ്വരൂപം നീ കണ്ടാലെന്ന്. അതായത് അവൻ നാനാരൂപങ്ങൾ കാണിച്ചിട്ട് ദ്വൈതമുണ്ടാക്കി. വ്യത്യസ്ത രൂപങ്ങൾ കാണിച്ചിട്ട് വേറെ 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 എന്ന് നമ്മളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കണില്ലേ ജീവിതത്തിൽ? അവൻ വേറെ, ഞാൻ വേറെ, എൻ്റെ, നിൻ്റെ, ഇങ്ങനെ വെവ്വേറെ രൂപം കാണിച്ചപ്പോൾ ഭഗവാൻ പറയാണ്, നിൻ്റെ പ്രാണൻ എടുക്കുന്നതിന് മുമ്പ് ഇത് മുഴുവൻ ഞാനാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അതാണ് വിശ്വരൂപം. സമസ്ത പ്രപഞ്ചത്തിലും ഭഗവാനെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ് വിശ്വരൂപം. അല്ലാണ്ട് ഞാൻ സാധാരണ സ്ഥിരം പറയാറുള്ള പോലെ ഒരു വടികുത്തിയമാർ ഒരാൾ നിന്നിട്ട് കുറേ തലയും വെച്ച് നിൽക്കുന്നതല്ല വിശ്വരൂപം. എന്തിലും ഏതിലും ഭഗവാനെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ആ ദിവ്യരൂപം ദർശിക്കാൻ വേണ്ടിയിട്ട് അവന് ദിവ്യചക്ഷുസും കൊടുത്തു. വിശ്വരൂപം എടുത്തിട്ടുള്ള ആ സ്കന്ദൻ്റെ തിരുഗാത്രത്തിൽ സമുദ്രങ്ങൾ, ലോകങ്ങൾ, ദിക്കുകൾ, അണ്ഡങ്ങൾ, ദേവന്മാർ, ചരാചരങ്ങൾ ഇതൊക്കെ കാണപ്പെട്ടു. ദേവൻ്റെ തിരുഗാത്രത്തിൻ്റെ ഉള്ളിൽ മഹാപർവ്വതങ്ങളെ കണ്ടു. വലിയ വലിയ കുന്നുകൾ, പുറത്തുള്ള ഗാത്രത്തിൽ മഹാസമുദ്രങ്ങൾ, പാദവിരലുകൾ നക്ഷത്രങ്ങളായിട്ട് കണ്ടു. ശിഖരങ്ങൾ, ഇടിമിന്നലുകൾ, തൻ്റെ തോളിലൊക്കെ ഇടിമിന്നലുകളെ കാണിച്ചു കൊടുത്തു. കൈകളിൽ വരുണനെ കാണിച്ചു കൊടുത്തു, കുബേരനെ കാണിച്ചു കൊടുത്തു, നിരുതിയെ കാണിച്ചു കൊടുത്തു. രാക്ഷസന്മാരെ കണ്ടു. തൻ്റെ കണങ്കാലുകളിൽ മഹർഷിമാരെ കണ്ടു. ചിന്താമണി തുടങ്ങിയിട്ടുള്ള ദിവ്യമണികളെ കാണിച്ചു. മുഴങ്കാലിൽ വിദ്യാധരന്മാരെ കാണിച്ചു കൊടുത്തു. യക്ഷന്മാരെ കാണിച്ചു കൊടുത്തു. ഭഗവാന്റെ തുടകളിൽ ഇന്ദ്രനെയും ജയന്തനെയും കാണിച്ചു കൊടുത്തു. തുടകളുടെ തുടക്കത്തിൽ യമനെയും കിങ്കരന്മാരെയും കാണിച്ചു കൊടുത്തു. അരയുടെ മുൻഭാഗത്ത് അസുരന്മാരും പിൻഭാഗത്ത് ദേവന്മാരും, മൂലാധാരത്തിൽ നാഗങ്ങളും, കുറിയിൽ അമൃതവും, നാഭിയിൽ ജീവരാശികളും, മാറിടത്തിൽ സകല കലകളെയും ഭഗവാൻ കാണിച്ചു കൊടുത്തു. ഭഗവാന്റെ ആത്മാവായിട്ട് ജ്ഞാനം തന്നെ സ്ഥിതി ചെയ്യണത് ശൂരപത്മാസുരൻ കണ്ടു. സർവേശ്വരൻ്റെ ഓരോ രോമകൂപങ്ങളിലും സകല അണ്ഡങ്ങളിലും അംഗഭാഗങ്ങളിലൊക്കെ തന്നെ എല്ലാ ഭോഗങ്ങളും, ഈ ലോകത്തുള്ള സകല സുഖസൗകര്യങ്ങളെയും കണ്ടു. ഭഗവാന്റെ തോളുകളിൽ വിഷ്ണു ഭഗവാനെയും ബ്രഹ്മദേവനെയും കണ്ടു. വിരലുകളിൽ ദേവസ്ത്രീകളെ കണ്ടു. കണ്ഠത്തിൽ അഗ്നിയെ കണ്ടു. ശബ്ദകോലാഹലങ്ങൾ, ലോകത്തിലുള്ള സമസ്ത ശബ്ദങ്ങളും, പല്ലുകളിൽ ആദ്യാക്ഷരങ്ങളും, തിരുനാവിൽ വേദങ്ങളും, ശിവകാമസൂത്രങ്ങളും, ഭഗവാന്റെ ചുണ്ടുകളിൽ 7 കോടി മഹാമന്ത്രങ്ങളും, ഭഗവാന്റെ നാസികയിൽ വായുവും, നയനങ്ങളിൽ സൂര്യചന്ദ്രന്മാരും, കർണങ്ങളിലൊക്കെ ദിക്കുകളും കണ്ടു. നെറ്റിയിൽ പ്രണവമന്ത്രത്തെ കണ്ടു. ശിരസ്സിൽ പരമേശ്വരനെ കണ്ടു. ഇങ്ങനെ അനന്തകോടി ആദിത്യന്മാർ ഒന്നുകൂടിയിട്ട് പ്രകാശമയമായിട്ടുള്ള ആ സ്കന്ദദേവൻ്റെ വിശ്വരൂപം ദർശിച്ചിട്ട് ശൂരപത്മാസുരന് ജ്ഞാനോദയുണ്ടായി. വെട്രിവേൽ മുരുകനുക്ക്, വെട്രിവേൽ മുരുകനുക്ക്, വെട്രിവേൽ മുരുകനുക്ക്. ഭഗവാന്റെ ആ വിശ്വരൂപത്തെ എല്ലാവരും മനസ്സിൽ നന്നായിട്ട് ഉറപ്പിച്ച് വീട്ടിലേക്ക് ഇന്ന് പോകുമ്പോൾ അതാണ് നമുക്ക് ആവശ്യമുള്ളത്. സകലതിലും ഭഗവാനെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ഇങ്ങനത്തെ സത്സംഗങ്ങളുടെ ഒക്കെ ആത്യന്തിക ലക്ഷ്യം. വിസ്മയാധീനനായിട്ടുള്ള ജ്ഞാനോദയമുണ്ടായിട്ടുള്ള ശൂരപത്മൻ കണ്ണു ഒഴിച്ചു നിന്നു. സ്കന്ദദേവൻ്റെ വിശ്വരൂപം ദർശിച്ച ദേവന്മാർ പേടികൊണ്ട് വിറച്ചു. ചഞ്ചലവും ഭയവും വേണ്ട എന്ന് മുരുകൻ ദേവന്മാരെ ആശ്വസിപ്പിച്ചു. ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. വിശ്വരൂപം കണ്ട് ഭയപ്പെട്ട അല്ലെങ്കിൽ വിസ്മയിച്ച ശൂരപത്മന് ഭഗവാൻ അല്പനേരത്തേക്ക് സ്വന്തം ബോധത്തെ കൊടുത്തു. ബോധം വന്ന് അസുരൻ ചിന്തിച്ചു, എത്രയോ രാക്ഷസവീരന്മാരെ ക്ഷണനേരം കൊണ്ട് നിഗ്രഹിച്ച മുരുകനെ ഇതാ സകല അണ്ഡങ്ങളിലും തന്നെ പിന്തുടർന്ന് വന്ന് യുദ്ധം ചെയ്യുകയും ഇന്ദ്രജാല രഥത്തിനെ തന്നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. താൻ പ്രയോഗിച്ച സകല ശക്തിയേറിയിട്ടുള്ള ആയുധങ്ങളെയും ഈ കുട്ടി നശിപ്പിച്ചിരിക്കുന്നു. തൻ്റെ മായാരൂപങ്ങളെ മുഴുവൻ തൻ്റെ ബാണങ്ങൾ ഉപയോഗിച്ച് നശിപ്പിച്ചിരിക്കുന്നു. ഈ അണ്ഡങ്ങളും ഭുവനങ്ങളും ദേവന്മാരും അസുരന്മാരും ജീവജാലങ്ങളും കുടികൊള്ളുന്ന വിശ്വരൂപം കാണിച്ചിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുന്ന മുരുകൻ അസാമാന്യനാണ് എന്നപ്പോൾ ഭഗവാൻ സ്വയം ബുദ്ധി കൊടുത്തതുകൊണ്ട് പെട്ടെന്ന് ദ്വൈതഭാവത്തിൽ ചിന്തിച്ചു. പൂർണ്ണമായ ജ്ഞാനം കിട്ടിയിട്ടും അത് ഭഗവാൻ അവനെ അധിക നേരം വെച്ചിരിക്കാൻ സമ്മതിച്ചില്ല. ഇങ്ങനെ ഒക്കെ ചിന്തിച്ച ശൂരപത്മൻ മുരുകനെ വെറും കുട്ടി എന്ന് പരിഹസിച്ചതിനെ കുറിച്ചിട്ട് കുറച്ചു നേരത്തേക്ക് ദുഃഖിച്ചു. ത്രിമൂർത്തികൾക്കും ദേവന്മാർക്കും ആദിദേവനാണ് മുരുകൻ എന്ന് അസുരവീരന് മനസ്സിലായി. അന്ന് അസുര നഗരമായിട്ടുള്ള ആ വീരമഹേന്ദ്രപുരിയിൽ ദൂതനായിട്ട് വന്ന വീരബാഹു ഒരിഷ്ടമോ അനിഷ്ടമോ ഒന്നുമില്ലാത്ത പരാത്പരനാണ് മുരുകൻ എന്ന് പറഞ്ഞപ്പോൾ
വേലായുധത്തിനെ വെല്ലാൻ വേറൊരു ആയുധമില്ല എന്ന് തന്നോട് പറഞ്ഞപ്പോൾ താനത് ചെവിക്കൊണ്ടില്ല. അതൊക്കെ സത്യമാണെന്നും ദേവന്മാർക്കൊക്കെ ദേവനായിട്ടുള്ള ദേവാദിദേവൻ മുരുകൻ ഈ മുന്നിൽ തന്നെ നിൽക്കുന്ന ശിശുവാണെന്നും ഇന്ന് തനിക്ക് മനസ്സിലായി. തപോബലം കൊണ്ട് താൻ നേടിയെടുത്തിട്ടുള്ള അണ്ഡങ്ങളൊക്കെ ആ മഹേശ്വരൻ്റെ ഗാത്രത്തിലെ ഒരു ചെറിയ രോമത്തുമ്പിൽ ഒതുങ്ങി നിൽക്കുന്നതായിട്ട് താനിപ്പോൾ കണ്ടു. ദേവന്മാരെയും മഹർഷിമാരെയും മറ്റുള്ളവരെയൊക്കെ വഹിച്ചുകൊണ്ട് ദർശനം കൊടുക്കണ ആ വിശ്വരൂപത്തിൻ്റെ മഹിമ കാണുന്നതിന് 1000 കോടി കണ്ണുകൊണ്ട് പോലും സാധിക്കില്ലല്ലോ എന്നാലോചിച്ചിട്ട് ശൂരപത്മൻ കണ്ണുകളടച്ചിട്ട് കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുക്കി. സർവ്വലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന സർവേശ്വരനായിട്ടുള്ള ആ ഭഗവാന്റെ വിശ്വരൂപം കണ്ട് ഭയന്നിട്ട് ദേവന്മാർ പോലും വിറവുകൊണ്ട് നിൽക്കുന്നത് ശൂരപത്മൻ കണ്ടു. എന്നിട്ട് ചിന്തിച്ചു, ഇതിനു മാത്രം താൻ എന്തു ഭാഗ്യം ചെയ്തു. നാശമില്ലാത്ത വരസിദ്ധികളുള്ള തനിക്ക് കൺകുളിർക്കെ വിശ്വരൂപം കാണാൻ സാധിക്കണു. ഇത് ശ്രീപരമേശ്വരൻ്റെ എൻ്റെ ഭഗവാന്റെ കൃപ തന്നെയല്ലേ ഈ മകൻ്റെ രൂപം, ഈ വിശ്വരൂപം കാണാനുള്ള ഭാഗ്യം കിട്ടിയതെന്ന് അദ്ദേഹം ചിന്തിച്ചു. മുരുകൻ്റെ വൈഭവങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് പരവശനായിപ്പോയി പത്മാസുരൻ. ആ ചൈതന്യത്തിൽ ആകൃഷ്ടനായി. ഭഗവാൻ ജ്ഞാനസ്വരൂപ ദർശനം നൽകിയത് തൻ്റെ തപോബലം കൊണ്ടാണെന്ന് പക്ഷെ മൂഢനായിട്ട് വിശ്വസിക്കുകയും ചെയ്തു. ഇവിടെയാണ് അപകടം പറ്റണം. തൻ്റെ തപോബലം കൊണ്ടാണ് തനിക്കിത് കിട്ടിയതെന്ന് വിശ്വസിച്ചു. സഹോദരനായിട്ടുള്ള സിംഹമുഖനും പുത്രനായിട്ടുള്ള ഹിരണ്യനും വേലായുധം ധരിച്ച മുരുകനെ ബാലകനെന്ന് പരിഹസിക്കരുത്, ശിവനേ മുരുകൻ, ശിവനേ മുരുകൻ, ശിവനേ മുരുകൻ പഠിപ്പിച്ചത് സത്യമായിരുന്നു. ആ ശിവന് തൻ്റെ തപസ്സിലുള്ള പ്രീതി കൊണ്ടാണ് മുരുകരൂപത്തിൽ അവതരിച്ചിരിക്കണമെന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. സ്കന്ദൻ വിശ്വരൂപം കാണിച്ചപ്പോൾ ശൂരപത്മൻ്റെ കോപങ്ങളും താപങ്ങളൊക്കെ പോയി. മുരുകനെ പ്രദക്ഷിണം വയ്ക്കാൻ ഉള്ളിലിങ്ങനെ മനസ്സിൽ കൊതി തോന്നി. എനിക്ക് പ്രദക്ഷിണം വയ്ക്കണം, എനിക്ക് പ്രദക്ഷിണം വയ്ക്കണം ഭഗവാനെ എന്നിങ്ങനെ തോന്നാൻ തുടങ്ങി. കൈകൂപ്പി തൊഴുത് നിന്നിട്ട് 2 കൈയും ഹൃദയത്തിൽ നിന്നെടുത്ത് ശിരസിൻ്റെ മുകളിൽ ഉയർത്തിയിട്ട് മുരുകാ 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 എന്ന് വിളിക്കാനായിട്ട് ഉള്ളിലിങ്ങനെ മോഹിച്ചു. പലർക്കും അങ്ങനെയാണ് ആഗ്രഹമുണ്ട്, ചെയ്യാൻ സാധിക്കില്ല. അതിനൊരു പുണ്യം വേണം. ഹരിദാസ്ഗിരി മഹാരാജ് പറയും, ഭജന നടക്കുമ്പോൾ കൈതട്ട് കൈതട്ട് എന്ന്. കേരളത്തിൽ വന്നാൽ മാത്രം പറയും വെറുതെ അല്ല കൈ പൊങ്ങാത്തത് പൂർവ്വജന്മ പാപമാണെന്ന്. കൈതട്ടുകയില്ല. അതേമാതിരി കൈ ഉയർത്തി നമസ്കരിക്കാൻ താൻ ചെയ്ത മഹാപാപങ്ങൾക്കൊക്കെ മാപ്പിയാചിച്ചിട്ട് ആ ഭഗവാന്റെ പാദങ്ങളിൽ വീണിട്ട് നമസ്കരിച്ച് പൊട്ടിക്കരയണമെന്ന് ശൂരപത്മാസുരന് തോന്നിയെങ്കിലും ഒഴിയാതെ നിന്നിരുന്ന ദുരഭിമാനം. നമുക്കും അങ്ങനെയാണ്, ഇതൊക്കെ ചെയ്യണമെന്നുണ്ട്. ആരെങ്കിലും കണ്ടാലോ, ആരെങ്കിലും നോക്കിയാലോ, മറ്റുള്ളവരെന്താ പറയുക, ഇതല്ലേ നമ്മുടെ പ്രശ്നം. പൂന്താനം പറഞ്ഞു, നാണം കൈവിട്ടു കൂപ്പി സ്തുതിക്കണം, മത്തനെപ്പോലെ നൃത്തം കുതിക്കണം. ഇത് തന്നെ ഭട്ടതിരി എഴുതി വെച്ചു. ഇത് തന്നെ ശൂരപത്മനും ആഗ്രഹമുണ്ട്, നടക്കണില്ല. അങ്ങനെ ചെയ്യാൻ അവനെ അവൻ്റെ അഭിമാനം സമ്മതിച്ചില്ല. ദേവന്മാരെ കാരാഗൃഹത്തിലടച്ചത് കുറ്റമാണെന്ന് സകലർ ഉപദേശിച്ചു. പക്ഷേ ശൂരപത്മൻ ഇപ്പം തോന്നുക, ഞാനത് ചെയ്തത് നന്നായി, ഞാൻ അവരെ മോചിപ്പിക്കാൻ നന്നായി, അതുകൊണ്ടല്ലേ എനിക്ക് ഈ വിശ്വരൂപം കാണാൻ സാധിച്ചത്. അത് വളരെ നന്നായി, അത് വളരെ നന്നായി എന്ന് അവനവൻ്റെ ആ കുറ്റത്തിന് ഒരു ന്യായം അദ്ദേഹം കണ്ടെത്തി. അഭിമാനം നഷ്ടപ്പെട്ട് 1000 യുഗങ്ങൾ അപമാനത്തോടു കൂടി ജീവിക്കുന്നതിലും ഭേദം അരനാഴിക നേരത്തെ ജീവിതമാണ് അഭിമാനത്തോടു കൂടിയിട്ടുണ്ടാവേണ്ടതാണെന്നുള്ളതാണ് ശൂരപത്മൻ്റെ സിദ്ധാന്തം. തൻ്റെ ആ സിദ്ധാന്തം മുറുകെ പിടിച്ചിട്ട് സിദ്ധാന്തത്തിൻ്റെ ദേവനായിട്ടുള്ള മുരുകനെ വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ക്ഷമയാചിക്കാനോ ദേവന്മാരെ മോചിപ്പിച്ച് വീണ്ടും ജീവിക്കാനോ ശൂരപത്മൻ ആഗ്രഹിച്ചില്ല. നമ്മൾ നമ്മുടെ ചെറിയ നരച്ച ജീർണിച്ച സിദ്ധാന്തങ്ങളും പിടിച്ചിട്ട് സഞ്ചരിക്കണം. സിദ്ധാന്തത്തിൻ്റെ നാദാന്തത്തിൻ്റെ ദേവൻ മുരുകൻ അല്ലേ? അൻപേ മുരുകൻ, അഴകേ മുരുകൻ, ആനന്ദത്തിൻ അളവേ മുരുകൻ, സിദ്ധാന്തത്തിൻ ദൈവം മുരുകൻ, ഹര 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 മുരുക, ശിവ 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 മുരുക. ഇങ്ങനെ പറയണ സിദ്ധാന്തത്തിൻ്റെ ദേവനാണെന്നാണ് പറയണത് ഭഗവാനെ. സിദ്ധന്മാരെവിടെയാണോ എത്തിച്ചേരുന്നത് അവസാനം അവിടെ ഇരിക്കുന്നത് ഭഗവാനാണെന്ന് പറഞ്ഞാൽ ആ സിദ്ധാന്തം ശൂരപത്മന് ഉപകരിച്ചില്ല. ശൂരപത്മൻ വീണ്ടും മുരുകനുമായിട്ട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ സാധാരണ മനുഷ്യരൊക്കെ വഴിതെറ്റുന്നതിൽ പലതും പറയാനുണ്ടോ? ഭഗവാന്റെ വിശ്വരൂപം കണ്ടിട്ട് പോലും വിശ്വരൂപം വെടിഞ്ഞ സ്കന്ദൻ മയിൽവാഹനാരൂഢനായിട്ട് ബാലകനായിട്ട് പ്രത്യക്ഷപ്പെട്ടു. 6 വയസ്സുള്ള കുട്ടി. ദിവ്യചക്ഷസ്സുകൾ നഷ്ടപ്പെട്ടു ശൂരപത്മന്. പെട്ടെന്ന് മുരുകൻ്റെ ഈ രൂപം കണ്ടു, ബോധം മറഞ്ഞു. കോപം ഭയാനകമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ജ്വലിച്ചു വന്നു. മായാമന്ത്രം ഉരുവിട്ട് ശൂരപത്മൻ കടുത്ത ഇരുട്ടായിട്ട് മാറി. കണ്ണ് കുത്തിയ കാലാർത്ത ഇരുട്ട്. ആ ഘോരാന്ധകാരത്തിൽ ആദിത്യബിംബം മറഞ്ഞുപോയി.
ശൂരപത്മാസുരൻ്റെ മായാരൂപം ദർശിച്ചിട്ട് ദേവന്മാർ അന്താളിച്ചു. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. ഭഗവാനെ മാത്രമേ അറിയണ്ടാവുള്ളൂ എന്താ ഇപ്പം നടന്നതെന്ന്. ഇരുളിൽ മറഞ്ഞു നിന്നു അവൻ. ആ ഇരുട്ടിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ഉള്ളിൽ നിന്ന് മെല്ലെ തൻ്റെ അനേകായിരം ശിരസ്സുകളെ ആ ഇരുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറമേക്ക് കാണിച്ചു. അനവധി കരങ്ങളുടെ നഖങ്ങളെ കാണിച്ചു ആ ഇരുട്ടിൻ്റെ ഉള്ളിൽ നിന്ന്. ഭീമാകാരമായിട്ടുള്ളൊരു രൂപമാണതെന്ന് ആ ഇരുട്ടിൽ പല ഭാഗത്തായിട്ട് കണ്ട അവൻ്റെ അംഗങ്ങൾ കൊണ്ട് അവർക്ക് മനസ്സിലായി. അഹങ്കാരം അങ്ങനെ ഇങ്ങനെയൊന്നും നമ്മുടെ ഉള്ളിൽ നിന്ന് പോവില്ല, അത് പല രൂപങ്ങളിൽ വന്നുകൊണ്ടിരിക്കും. ഘോരാന്ധകാരത്തിൽ വഴിയറിയാണ്ട ഭയവിഭ്രാന്തരായിട്ടുള്ള ദേവന്മാർ പല ഭാഗത്തേക്കും ചെതറി ഓടി. അവർ മുരുകനെ വിളിച്ച് രക്ഷിക്കണേ 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 എന്ന് പറഞ്ഞിട്ട് വിലപിച്ചു. ദേവന്മാരുടെ വിലാപം കേട്ട് അനുകമ്പ തോന്നിയ ഭഗവാൻ ശൂരപത്മാസുരൻ്റെ മായാരൂപമകറ്റി അവനെ നിഗ്രഹിക്കാൻ നിശ്ചയിച്ച് തൃക്കയ്യിൽ വിളങ്ങിയിട്ടുള്ള വേലായുധത്തിനെ വീക്ഷിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു, പരമശുദ്ധമായ ജ്ഞാനമായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട വേലായുധമേ, ഉടനെ പുറപ്പെട്ട് എന്നിട്ട് ശൂരപത്മൻ്റെ മാർവിടം പിളർന്ന് മടങ്ങി വന്നാലും എന്ന് പറഞ്ഞു. ശ്രീസ്കന്ദൻ പറഞ്ഞ മാത്രയിൽ ആ വേലായുധം അനന്തകോടി സൂര്യപ്രകാശത്തോടു കൂടിയിട്ട് അഗ്നിപ്പൊരികളെ വർഷിച്ചുകൊണ്ട് പാഞ്ഞു ചെന്ന് ആ അസുരവീരൻ്റെ അന്ധകാരമായിട്ടുള്ള മായാരൂപത്തിനെ ആദ്യം നശിപ്പിച്ചു. മായാരൂപം നഷ്ടപ്പെട്ട ശൂരപത്മാസുരൻ തൻ്റെ നേരെ വേലായുധപ്പട പാഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് കോപാകുലനായി, വജ്രഗാത്രനായി. മരണമില്ലാത്ത തന്നെ മുരുകൻ എന്നുള്ള ചെറു പയ്യന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അവൻ്റെ വേലായുധം തന്നെ തൊടില്ല എന്നവൻ അഹങ്കാരത്തോടു കൂടി ഓർത്തു. സമുദ്രമധ്യത്തിലെത്തിയിട്ടുള്ള ശൂരപത്മാസുരൻ അഗ്നിയെപ്പോലെ പ്രകാശിക്കുന്ന തളിരുകളും പുകയുടെ നിറമുള്ള ദളങ്ങളും മരതകത്തിൻ്റെ നിറമുള്ള കായ്കളും മാണിക്യത്തിൻ്റെ വർണ്ണമുള്ള പഴങ്ങളും മേഘക്കൂട്ടങ്ങളെപ്പോലെ ശിഖരങ്ങളുള്ള അണ്ഡകടാഹങ്ങളിലൊക്കെ പരന്നു നിൽക്കുന്ന ഒരു വലിയ വൃക്ഷമായിട്ട് രൂപം പ്രാപിച്ചു. ദിഗന്തം ആകാശത്തിൻ്റെ അറ്റം വരെ ശിഖരങ്ങൾ പരത്തി ഭൂമിയെ താങ്ങുന്ന ആദികൂർമ്മം സ്ഥിതി ചെയ്യുന്ന സ്ഥാനം വരെ വേരുകൾ ഓടിച്ച് അഹങ്കാരത്തിൻ്റെ അസുരവൃക്ഷം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിന്നു. സൂര്യചന്ദ്രന്മാരും അഷ്ടദിക്പാലകന്മാരും ദേവന്മാരും പരിഭ്രാന്തരാകണ വിധം ലക്ഷം യോജന വിസ്താരത്തിൽ പരന്ന് വളർന്നു നിന്ന പത്മാസുരൻ എന്നുള്ള കൂറ്റമരം മഹാമേരു പർവ്വതത്തിൽ അതിനെ ഇളക്കാൻ എന്ന വണ്ണം തൻ്റെ ശിഖരങ്ങളെ ചലിപ്പിച്ചു. ആ രാക്ഷസ ചലനത്തിൽപ്പെട്ട് ഭൂലോകങ്ങൾ ഇടിഞ്ഞു തകർന്നു. പരിഭ്രമിച്ചോടിയിട്ടുള്ള ദേവന്മാർ കൈലാസാദ്രിയിൽ അഭയം പ്രാപിച്ചു. ശ്രീപരമേശ്വരൻ്റെ തൃക്കൺ ജ്വാലയിൽ നിന്ന് ഉത്ഭവിച്ച് ഇടത്ത് കരത്തിലുള്ള മഴുവിൽ തേച്ച് മൂർച്ച കൂട്ടിയിട്ടുള്ള മുരുകദേവൻ്റെ വേലായുധം, മഹാദേവൻ്റെ മഴുവിൻ്റെ വായ്ത്തലയിലാണ് മുരുകൻ്റെ വേലായുധത്തിനെ തേച്ച് മൂർച്ച വരുത്തിയിട്ടുള്ളത്. ആ വേലായുധം സൂര്യപ്രകാശത്തോടുകൂടി അഗ്നിസ്ഫുലിംഗങ്ങൾ വർഷിച്ചുകൊണ്ട് പാഞ്ഞു ചെന്ന് അഹങ്കാര രൂപമായിട്ടുള്ള ശൂരപത്മാസുര വൃക്ഷത്തിനെ ആഴത്തിൽ രണ്ടായിട്ട് പിളർന്നു. അസുരവൃക്ഷം പിളർന്നിട്ടും ശൂരപത്മാസുരം മരിച്ചില്ല. കയ്യിൽ വാളുമേന്തി നിൽക്കുന്ന അസുരവീരൻ വേലായുധത്തിനെയും വേലായുധിനെയും നശിപ്പിക്കുന്ന കോപാവേശത്തോടു കൂടിയിട്ട് ഗർജിച്ചു. ഘോരമായിട്ടുള്ള യുദ്ധം. ഒടുവിൽ സ്കന്ദനുമായിട്ട് നേരിട്ട് നിന്ന് യുദ്ധം ചെയ്തിട്ട് ശൂരപത്മൻ അന്ത്യം വരിക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് ഭഗവാന്റെ വേലായുധം ഭഗവാന്റെ അതിശക്തമായിട്ടുള്ള കോപം കൊണ്ട് ആ അസുരൻ്റെ മായ കണ്ട് അത്യന്ത ഭീഷണമായി ജഗത്ത് മുഴുവനും മഹാസംഹാര രുദ്രപ്രഭ വ്യാപിപ്പിച്ച് ബ്രഹ്മാവിൻ്റെ ലോകമധ്യത്തെ ജ്യോതിർലിംഗസ്വരൂപമായി മാറ്റി മഹാഭൈരവശൂലത്തിൻ്റെ സമം പൂർണ്ണഖ്യാതിയോട് കൂട്ടിയിട്ട് ലോകപ്രസിദ്ധമായിട്ട് ഭീഷണമായി കൈലാസപർവ്വതം ഒഴികെയുള്ള സകല ലോകങ്ങളെയും ദഹിപ്പിച്ചുകൊണ്ട് ശൂരപത്മാസുരൻ അവസാനം പോയി നിന്ന സമുദ്രത്തിനെ മുഴുവൻ വറ്റിച്ച് സമുദ്രമധ്യത്ത് നിൽക്കുന്ന അവനെ രണ്ടായിട്ട് അങ്ങോട്ട് പിളർന്നു. അവൻ്റെ ആ ശരീരം അവൻ്റെ വക്ഷസ് ഭേദിച്ച് 10 ദിക്കുകളും ശോഭ വിതറിക്കൊണ്ട് ആകാശത്ത് വന്നിട്ട് തിരികെ അതങ്ങനെ നെടുങ്ങന വേലായുധം ദേവന്മാർക്ക് കാണാറായിട്ട് ആകാശത്തിൽ പ്രത്യക്ഷമായിന്ന്. വെട്രിവേൽ മുരുകനുക്ക്, വേലായുധസ്വാമിക്ക്, ശൂരാന്തകനുക്ക്. ഈ വിധത്തിൽ 10 ദിക്കുകളും ശോഭ വിതറിക്കൊണ്ട് നിന്ന ആ വേലായുധത്തിനെ എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. 2 കഷ്ണങ്ങളായിട്ട് വീണ ആ പാപിയായിട്ടുള്ള അസുരൻ എന്നിട്ടും മരിക്കാണ്ട് ഒരു ഭാഗം മയിലും മറ്റൊരു ഭാഗം കോഴിയുമായിട്ട് ചാടിച്ചാടി ഭഗവാന്റെ നേരെ വന്നു. ആ സമയത്ത് ഭഗവാൻ തൻ്റെ കരുണാകടാക്ഷം കൊണ്ട് ആ മയിലിനെയും കോഴിയെയും സ്നേഹം കൊണ്ട് പൊതിഞ്ഞു എന്നാണ്.
അവർ രണ്ടും അഹങ്കാരം നശിച്ചവരായി ഭഗവാന്റെ അടുത്ത് വന്ന് സ്നേഹത്തോടു കൂടിയിട്ട് ഇണങ്ങി നിന്നു. ജ്ഞാനം നേടി ഭഗവാനെ നമസ്കരിച്ചിട്ട് ആ ദേവദേവനായിട്ടുള്ള മഹാദേവസുതനെ പരിപൂർണ ഭക്തിയോട് കൂടിയിട്ട് സ്തുതിച്ചു. ഒരു വശത്ത് നിന്നിട്ട് മയിൽ സ്തുതിച്ചു, മറുവശത്ത് നിന്നിട്ട് കുക്കുടവും സ്തുതിച്ചു. ഇങ്ങനെ ഭഗവാന്റെ മനസ്സിനെ സ്തുതി കൊണ്ട് തണുപ്പിച്ചു എന്നാണ് പറയണത്. ശൂരപത്മാസുരൻ്റെ ഒരു പാതി ഞാൻ എന്നുള്ള അഹങ്കാരവും മറുപാതി എൻ്റെ എന്നുള്ള ആ മമതയാണ്. ഇരുഭാഗങ്ങളും മയിലും കുക്കുടുമായിട്ട് മാറി ഭഗവാന്റെ അടുത്ത് വന്നപ്പോൾ ആ രണ്ട് ദുർവാസനകളും പൂർണ്ണമായിട്ടും പോയി ശുദ്ധമായി മാറി. ഹൃദയത്തിൽ അഹങ്കാരം എന്നുള്ള അഴുക്കുള്ള ആൾക്കാർക്ക് ജ്ഞാനസ്വരൂപനായിട്ടുള്ള മുരുകൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അഹങ്കാരവും മമതയും മാറി ആത്മശുദ്ധിയുള്ളവരാവും. ക്രൂരനായിട്ടുള്ള ശൂരപത്മാസുരൻ സ്കന്ദദേവനുമായിട്ട് ഘോരമായിട്ടുള്ള യുദ്ധം ചെയ്തു എന്നുണ്ടെങ്കിലും അളവറ്റ ഈശ്വരാനുഗ്രഹം അവന് സിദ്ധിച്ചു. കാരണം അവൻ അത്രയും നേരം ഭഗവാനെ നോക്കിക്കൊണ്ടും ഭഗവാനെ ചിന്തിച്ചിട്ടുമാണ് നിന്നത്. അതിൻ്റെ പുണ്യം മുഴുവൻ അവന് കിട്ടി. സർവേശ്വര കൃപ കൊണ്ട് ജ്ഞാനം സിദ്ധിച്ച കുക്കുടത്തിനെ നോക്കി സ്കന്ദൻ തൻ്റെ രഥക്കോടിക്കൂറയിലെ ചിഹ്നമായിട്ട് വിളങ്ങാൻ കൽപ്പിച്ചു. മുരുകദേവൻ്റെ കൽപ്പനയനുസരിച്ച് കുക്കുടകം പറന്ന് ചാടിക്കേറി ഭഗവാന്റെ രഥത്തിൽ കയറി കൊടിക്കൂറയായിട്ട് കയറി നിന്ന് ഉച്ചത്തിൽ കൂവിട്ട് തനിക്ക് ലോകത്തിൽ മുഴുവൻ അറിയിച്ചു തനിക്ക് ഭഗവാൻ അനുഗ്രഹിച്ച വിവരം. ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചിരിക്കണു, മുരുകൻ എന്നെ അനുഗ്രഹിച്ചിരിക്കണു എന്ന് കൂവി അത് ലോകത്തിനെ അറിയിപ്പിച്ചു. ഇന്ദ്രനായിട്ടുള്ള മയിൽവാഹനത്തിൽ നിന്ന് ഇറങ്ങിയ സ്കന്ദൻ ശൂരപത്മനായിട്ടുള്ള മയിൽവാഹനത്തിൽ കയറി ആരൂഢനായിട്ട് ലോകപ്രദക്ഷിണത്തിനെ ചെയ്തു. ഭഗവാൻ ഈ മയിൽവാഹനത്തിൽ ഉപേക്ഷിച്ച് ആ മയിൽവാഹനത്തിനെ സ്വീകരിച്ചു. ദേവേന്ദ്രാദിദേവന്മാരെ രക്ഷിക്കുന്നതിനായിട്ട് അവതരിച്ച ഭഗവാൻ ദേവരാജാവായിട്ടുള്ള ഇന്ദ്രനും ദേവശത്രുവായിട്ടുള്ള ശൂരപത്മാസുരനും തൻ്റെ വാഹനമാകുന്നതിനുള്ള ഭാഗ്യം നൽകി ശത്രുവെന്നോ മിത്രമെന്നോ ഉള്ള ഭേദമേ ഇല്ലാണ്ട് രണ്ടുപേരെയും ഒരേപോലെ പരിഗണിച്ചു. മുരുകദേവൻ്റെ വാഹനമാകാനുള്ള സൗഭാഗ്യം സിദ്ധിച്ചതിൽ മയിൽ വളരെയധികം സന്തോഷിച്ചു. സന്തോഷത്തോടു കൂടിയിട്ട് സർവേശ്വരനെയും വഹിച്ചുകൊണ്ട് ലോകം മുഴുവൻ ശൂരപത്മൻ എന്നുള്ള മയിൽ പറന്ന് നടന്ന് വീരമഹേന്ദ്രപുരിയിലുള്ള യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വന്നു. ദേവശത്രുവായിരുന്ന ശൂരപത്മൻ മയിലായി മാറി, ഈശ്വരവാഹനമായി കുക്കുടമായും മാറി മുരുകദേവൻ്റെ വിജയക്കൊടി അടയാളമായിട്ടും ഭവിച്ചത് സർവേശ്വരൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളില്ലാത്ത ആ പരാത്പരനായതുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ കഥാഭാഗത്തിനെ തൽക്കാലം നിർത്തിയിട്ട് ആ വിശിഷ്ടമായിട്ടുള്ള ശൂരം പോര് ദർശിക്കാം. ശൂരപത്മാസുരനെ ഭഗവാൻ വധിച്ചത് നമുക്ക് കാണാം. വെട്രിവേൽ മുരുകനുക്ക്, വെട്രിവേൽ മുരുകനുക്ക്, വെട്രിവേൽ മുരുകനുക്ക്. ഇവിടുന്ന് അങ്ങോട്ട് ഭഗവാന് ജയ് വിളിക്കാനുള്ള സമ്പൂർണ്ണ അവകാശം നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. നിർത്തണ്ട, വിളിച്ചോളൂ. ആരെങ്കിലും ഒരാൾ വിളിക്കാം. ഹരഹരോ ഹര, ഹരഹരോ ഹര, ഹരഹരോ ഹര.
ഇരിക്കൂ. வெற்றிவேல் முருகனுக்கு, വെற்றிവേൽ മുരുകനുക്ക്. ഇപ്പോഴാണ് ശബ്ദം വന്നത്. അതിന് മുരുകൻ ഇറങ്ങേണ്ടി വന്നു അല്ലേ? ഇനി ഇതിൻ്റെ ഉപസംഹാര ഭാഗം വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം. അങ്ങനെ ഇത്രയും കാലം മയിൽവാഹനായിരുന്ന ദേവേന്ദ്രനോടും കൊടിയടയാളമായിട്ട് കുക്കുടം കോഴിയായിട്ടിരുന്ന അഗ്നിദേവൻ്റെ അടുത്തും സ്വന്തം രൂപം പ്രാപിച്ചു കൊള്ളാൻ സ്കന്ദൻ അരുളി ചെയ്തു. സ്വരൂപം കിട്ടിയ ദേവേന്ദ്രനും അഗ്നിയും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമ്മളെപ്പോലെ സാഷ്ടാംഗം നമസ്കരിച്ചു കിടന്നു. മയിൽവാഹനാരൂഢനായി വേലായുധത്തോടു കൂടിയിട്ട് വിളങ്ങിയ ആ സുബ്രഹ്മണ്യനെ വീരബാഹുവും 108 വീരന്മാരും ദേവന്മാരും ഭൂതഗണങ്ങളും ഭക്തിപുരസരം വന്ദിച്ചു സ്തുതിച്ചു. ദേവസ്തുതി ആശ്രിത വത്സലനായിട്ടുള്ള ആ ഭഗവാന്റെ മനസ്സിനെ തണുപ്പിച്ചു. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹാശിസ്സുകൾ ചൊരിഞ്ഞ് കോലമയിൽ മേലെ ആരൂഢനായിട്ട് മഹാവിഷ്ണുവിനും ബ്രഹ്മദേവനും ദേവേന്ദ്രാദി ദേവന്മാർക്കുമൊക്കെ ദർശനം കൊടുത്തു. അവരൊക്കെ ആഹ്ലാദപരിതരായിട്ട് ഹരഹരോ ഹര എന്നുള്ള ജയാരവം മുഴക്കി ആനന്ദ നിർവൃതിയിൽ അവർ സർവേശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പൂജകളർപ്പിച്ച് ഈശ്വരൻ്റെ തിരുനാമങ്ങൾ ജപിച്ചു. അസുരസംഹാരത്തോടു കൂടിയിട്ട് ദുഃഖമകന്ന ദേവന്മാർ മുരുകനെ വലയം ചെയ്ത് വട്ടത്തിൽ നിന്നിട്ട് സന്തോഷം പറഞ്ഞു. ഭഗവാനെ അവിടുന്ന് വേലായുധം കൊണ്ട് അസുരവീരനെ സംഹരിക്ക വഴി വാസ്തവത്തിൽ അവിടുത്തെ തൃപ്പാദങ്ങളെ വന്ദിച്ച് സ്തുതിക്കണം, ഞങ്ങളുടെ ദുഃഖമാണ് മാറ്റിയിരിക്കുന്നത്. ഇന്ന് മുരുകൻ അതേമാതിരി നമ്മുടെ എല്ലാ ദുഃഖങ്ങളെ ഈ ശൂരംഭോരൻ്റെ ദർശനം കൊണ്ട് മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കാരുണ്യമുണ്ടെങ്കിൽ നമുക്കിനി ഒരു ദുഃഖവുമില്ല. 108 യുഗങ്ങളായിട്ട് അസുരന്മാരുടെ അടിമകളായിട്ട് പരിണമിച്ച ഞങ്ങൾ രക്ഷാമാർഗം കണ്ടെത്താൻ കഴിയാണ്ട് വലഞ്ഞു. ഞങ്ങളുടെ അടിമത്വവും ദുഃഖവും മാറ്റണതിനായിട്ട് ഷൺമുഖനായിട്ട് ആറുമുഖത്തോടു കൂടിയിട്ട് അവിടുന്ന് അവതരിച്ചു. ഇനി വേദാചാരങ്ങൾ നിലനിൽക്കും, സത്യവും ധർമ്മവും നീതിയും തളച്ചു വളരും. യാഗങ്ങളും വേദപാരായണങ്ങളും ഈശ്വരനാമ സങ്കീർത്തനങ്ങളും തടസ്സങ്ങളൊന്നും കൂടാണ്ട് നമുക്ക് ആചരിക്കാൻ സാധിക്കും പറയണു. വെற்றிവേൽ മുരുകനുക്ക്. 2 ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. കഴിയുന്നത്ര നിശബ്ദരായിട്ടിരിക്കുക. കാരണം പുരാണ പ്രവചനമാണ് പ്രധാനം. ഭഗവാനിത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിശബ്ദരായിട്ടിരിക്കുക, സംസാരിക്കരുത്. ഇത്ര നേരം നമുക്ക് കിട്ടിയ ഊർജ്ജത്തിനെ സംസാരിച്ച് പുറത്തേക്ക് കളയാതെ കൊണ്ടുപോവുക വീട്ടിലേക്ക്. സംസാരിച്ചാൽ ഊർജ്ജം പോകുമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു തന്നു. എനിക്ക് നിവൃത്തിയില്ല, സംസാരിച്ചേ പറ്റൂ. യുദ്ധക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ട ചില രാക്ഷസന്മാർ വീരമഹേന്ദ്രപുരിയിൽ അന്തപുരത്തിലെത്തി. മുരുകൻ്റെ വേലായുധമേറ്റിട്ട് ശൂരപത്മാസുരൻ മരിച്ച വാർത്ത അസുരപത്നിയായിട്ടുള്ള പത്മകോമളെ അറിയിച്ചു. വാർത്ത മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് തന്നെ പത്മകോമള ബോധം മറ്റ് നിലംപതിച്ചു. ഭർത്താവിൻ്റെ മരണവാർത്ത ശ്രവിച്ച മാത്രയിൽ ആ പതിവ്രതാരത്നായിട്ടുള്ള പത്മകോമള നെഞ്ചു തകർന്ന് പ്രാണനെ വെടിഞ്ഞു. വാർത്ത കേട്ട നിമിഷത്തിൽ അവർ മരിച്ചുപോയി. ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ ഉത്തമമായിട്ടുള്ള മാതൃകയായിട്ട് ആ അസുരപത്നി മരിച്ചു. ശൂരപത്മാസുരൻ്റെ മറ്റുള്ള പത്നിമാർ ഹൃദയം തൊന്ന് വിലപിച്ചു. പതിവ്രതാ ശിരോമണിയായിട്ടുള്ള പത്മകോമളയുടെ ചിതയിൽ പ്രവേശിച്ച് ശൂരപത്മാസുരൻ്റെ മറ്റു പത്നിമാരും ആത്മാഹുതി ചെയ്തു. മത്സ്യമായിട്ട് മാറിയിട്ട് സമുദ്രത്തിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ ശൂരപത്മാസുരൻ്റെ ഒരു പുത്രൻ ഹിരണ്യൻ. അവൻ അച്ഛൻ മരിച്ചതും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം മയിലും കോഴിയുമായിട്ട് മാറിയതും പിതാവ് മുരുകൻ്റെ അടിമയായ വാർത്തയറിഞ്ഞു. ദുഃഖിതനായിട്ടുള്ള ഹിരണ്യൻ ആകാശത്ത് വന്നു നിന്നിട്ട്, ആ ജലത്തുനിന്ന് ഉയർന്ന് ആകാശത്ത് വന്നു നിന്നിട്ട് അച്ഛനെയും അമ്മയും ബന്ധുക്കളെയും കുറിച്ച് ഓർത്ത് വിലപിച്ചു. അച്ഛാ, ഇന്ന് അങ്ങയെക്കുറിച്ച് ദുഃഖിച്ച് വിലപിക്കണം ഞാൻ. മുമ്പ് അങ്ങയുടെ കൽപ്പനയനുസരിച്ച് യുദ്ധം ചെയ്ത് മരണപ്പെട്ട് വീരസ്വർഗം പ്രാപിക്കാതെ ഭീരുവിനെ പോലെ ഓടി ഒളിച്ച് പ്രാണനെ രക്ഷിച്ച അധമനാണ്. പുത്രധർമ്മം പാലിക്കാത്ത നീചനായിട്ടുള്ള ഞാൻ അങ്ങയെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാൻ പോലും അർഹതയുള്ളവനല്ല. പിതാവെ, അവിടുന്ന് മയിലും കുക്കുടമായിട്ട് ഭവിച്ചതുകൊണ്ട്
പിതൃകർമ്മങ്ങൾ ചെയ്യുന്നതിന് പോലുള്ള ഭാഗ്യം സിദ്ധിക്കാത്ത മഹാഭാപിയായി. നന്ദിയും സ്നേഹവും മകനെ അങ്ങയുടെ ആത്മാവ് ശപിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ പലതും പറഞ്ഞ് ഹിരണ്യൻ അസുരകുലഗുരുവായിട്ടുള്ള ശുക്രാചാര്യരുടെ അടുത്ത് എന്നിട്ട് മരിച്ചിട്ടുള്ള എല്ലാ ബന്ധുമിത്രാദികളുടെയും പിണ്ഡതർപ്പണ കർമാദികളൊക്കെ യഥാവിധി നിർവഹിച്ചു. ശൂരപത്മനും സിംഹമുഖനും താരകനും വേണ്ടിയുള്ള പിണ്ഡോദക ക്രിയകൾ അദ്ദേഹം ചെയ്തു. ദുഃഖത്തിന് പ്രതിവിധി ഭക്തിയാണെന്ന് മനസ്സിലാക്കിയ ഹിരണ്യൻ മുക്തി നേടാനായിട്ട് ശ്രീപരമേശ്വരനെ ഭക്തിക്കും മുക്തിക്കും വേണ്ടിയിട്ട് മനസ്സിൽ ധ്യാനിച്ച് തപസ്സനുഷ്ഠിച്ചു. വേറെ ഒന്നിനുമല്ല. ഈ സമയത്ത് ഭഗവാൻ സഹചാരിയായിട്ടുള്ള വീരബാഹുവിനെ നോക്കിയിട്ട് പറഞ്ഞു, വീരബാഹു, ഇന്ദ്രകുമാരനായിട്ടുള്ള ജയന്തനെയും ദേവന്മാരെയും കാരാഗൃഹത്തു നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരൂ. വീരബാഹു കാരാഗൃഹത്തിലെത്തി ദേവന്മാരുടെയും ദേവസ്ത്രീകളുടെയും കൈകാലുകളിലെ അടിമച്ചങ്ങലകൾ തകർത്തു. സ്കന്ദദേവൻ ശൂരപത്മാസുരനെ നിഗ്രഹിച്ച ശുഭവാർത്ത അവിടെ അറിയിച്ചു. സ്കന്ദദേവൻ അവരെ കാണാനായിട്ട് തിരുച്ചെന്തൂരിൽ എഴുന്നള്ളിയിരിക്കുന്നുണ്ട് എന്നും അറിയിച്ചു. യുദ്ധക്കളത്തിനെ പ്രാപിച്ച ദേവന്മാർ സച്ചിദാനന്ദ സ്വരൂപൻ്റെ പാദങ്ങൾ വന്ദിച്ചു സ്തുതിച്ചു. തന്നെ തൊഴുതു നിന്ന ജയന്തനെ ആലിംഗനം ചെയ്ത ദേവേന്ദ്രൻ പുത്രൻ്റെ മൂർധാവിൽ ചുംബിച്ചു. ദേവാസുര യുദ്ധത്തിൽ മരണപ്പെട്ട സകല ഭൂതഗണങ്ങളെയും സുബ്രഹ്മണ്യസ്വാമി പുനർജീവിപ്പിച്ചു. ഉയർത്തെഴുന്നേറ്റ ഭൂതവീരന്മാർ ഒന്നിച്ചു വന്നു നിന്ന് സ്കന്ദദേവൻ്റെ തൃപ്പാദങ്ങളെ നമസ്കരിച്ച് പ്രദക്ഷിണം വെച്ചു. താൻ എഴുന്നള്ളി കുടികൊണ്ടിരുന്ന ലങ്കാനഗരമൊഴിച്ച് ബാക്കിയുള്ള സകല അസുരനഗരങ്ങളെയും സമുദ്രത്തിൻ്റെ അടിയിലേക്ക് താഴ്ത്തിക്കളയാൻ സ്കന്ദൻ വരുണനോട് കൽപ്പിച്ചു. അടുത്ത ക്ഷണത്തിൽ അസുരനഗരമായിട്ടുള്ള വീരമഹേന്ദ്രപുരിയും മറ്റ് സകല അസുരദ്വീപുകളെയും വരുണൻ കടലിൽ താഴ്ത്തി. അതുകൊണ്ടത്രേ ലങ്ക മാത്രം അവശേഷിച്ചത്. മഹാവിഷ്ണുവും ബ്രഹ്മദേവനും ഇന്ദ്രാദിദേവന്മാരും അകമ്പടി സേവിച്ചുകൊണ്ട് മുരുകദേവൻ യുദ്ധക്കളത്തിൽ നിന്ന് ലങ്കാസമുദ്രത്തിനെ തരണം ചെയ്ത ജയന്തിമല എന്ന് പുണ്യനാമമുള്ള ചെന്തിലാമ്പതിയിലെത്തി. ദേവന്മാരൊക്കെ ഈശ്വരൻ്റെ സ്തുതിഗീതങ്ങൾ ആലപിച്ച് ശുഭവേളയിൽ ഭഗവാൻ ശ്രീകോവിലിൽ പ്രവേശിച്ച് സകല ജീവരാശികൾക്കും ആനന്ദാനുഭൂതികൾ കൊടുക്കുന്ന മഹാപ്രഭുവായിട്ട് രത്നസിംഹാസനത്തിൽ ആരൂഢനായി. അപ്പം ത്രിസന്ധ്യാസമയമായിരുന്നു. സ്കന്ദൻ്റെ തൃപ്പാദങ്ങൾ ഭജിച്ച് ആത്മസംതൃപ്തി നേടാനായിട്ട് ദേവന്മാർ സുഗന്ധപുഷ്പങ്ങളും ഭസ്മം, ചന്ദനം, കുങ്കുമം, ധൂപം, ദീപം മുതലായതൊക്കെ സംഭരിച്ചു. ഭഗവാനെ പൂജിക്കാനുള്ള സൗഭാഗ്യം കിട്ടിയാൽ അവർ വളരെ സന്തുഷ്ടരായി. അശരണരെയും പീഡിതരെയും സേവിക്കാൻ വേണ്ടിയിട്ടാണ് സ്കന്ദദേവൻ അവതരിച്ചത്. ഭഗവാൻ സാധാരണക്കാരൻ്റെ ദേവനാണ്. ചെന്തിലാമ്പതിയിൽ ദേവശില്പി പണി കഴിപ്പിച്ച ശിവക്ഷേത്രത്തിൽ സ്കന്ദദേവൻ തന്നെ സ്വന്തം കൈകൊണ്ട് അച്ഛൻ്റെ ശിവലിംഗപ്രതിഷ്ഠ ചെയ്ത് മഹാദേവനെ പൂജിച്ചു. ഭഗവാന്റെ മാനസിക ഭക്തി ദർശിച്ച് മഹാവിഷ്ണുവും ബ്രഹ്മദേവനും ദേവേന്ദ്രനും ഭക്തിപാരവശ്യത്തോടെ ഭഗവാനെ വാഴ്ത്തി. അവരുടെ ഗദ്ഗതത്തോടെയുള്ള മുരുകാ 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 എന്നുള്ള വിളി ഭക്തിയുടെ പൂർണ്ണതയായിരുന്നു. ദേവദേവന്മാരുടെ വിളി കേട്ട് ഭഗവാൻ തൃക്കരത്തിൽ പൂവുമേന്തിയിട്ട് ദേവന്മാരെ തിരിഞ്ഞു നോക്കിയത്രേ. ആ നോക്കി നിൽക്കുന്ന രൂപത്തിലാണ് അവിടുത്തെ പ്രതിഷ്ഠ. അച്ഛനെ പൂജിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ അച്ഛനെ പൂജിക്കണം കണ്ടിട്ട് ദേവന്മാർ കണ്ണീരണിഞ്ഞുകൊണ്ട് നാരായണനടക്കം മുരുകാ 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 എന്ന് പറഞ്ഞപ്പോൾ ആരാ തന്നെ വിളിക്കണമെന്ന് പൂജയുടെ ഇടയിലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. ആ തിരിഞ്ഞു നോക്കണ ഭാവത്തിലാണ് ഭഗവാൻ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ പിന്തിരിഞ്ഞിരിക്കുന്ന സ്കന്ദവിഗ്രഹം ഇപ്പോഴും കാണാം. ശ്രേഷ്ഠന്മാർ പൂജ ചെയ്യുമ്പോൾ അവരെ കാണുന്നത് ഉത്തമമാണ്. മഹാത്മാക്കൾ പൂജ കഴിക്കുമ്പോൾ ആ മഹാത്മാക്കളെ കാണുന്നത് വളരെ ഉത്തമമാണ്. അതുകൊണ്ട് മറ്റു ക്ഷേത്രങ്ങളിലുള്ള മുരുകദേവന്മാരെക്കാട്ടിലും തിരുച്ചെന്തൂരാലയത്തിലുള്ള സർവേശ്വരന് പെരുമയും പ്രഭാവവും അധികമാണെന്നാണ്. ശിവപൂജ ചെയ്ത് മഹാദേവ വരപ്രസാദം നേടിയിട്ടുള്ള ആറുമുഖൻ ദേവന്മാരുടെ പൂജ സ്വീകരിച്ച് അവരെ അനുഗ്രഹിച്ചു. ദേവപൂജയിൽ സംപ്രീതനായിട്ടുള്ള മുരുകൻ വേണ്ടുന്ന വരപ്രസാദങ്ങളൊക്കെ നൽകി ദേവന്മാരെ അനുഗ്രഹിച്ചു. സർവേശ്വരൻ്റെ പാദപൂജ ശാശ്വതമായിട്ട് ചെയ്ത് മനഃശാന്തി നേടാനായിട്ട് ആ സുബ്രഹ്മണ്യസ്വാമി ദേവന്മാരോടൊപ്പം നമ്മളെ എല്ലാവരെയും ഇന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് ആ ഭഗവാനെ സ്തുതിക്കുക. ഞാൻ ശങ്കരാചാര്യസ്വാമികൾ തിരുച്ചെന്തൂരിൽ അവതരിച്ച മുരുകനെ സ്തുതിച്ചെഴുതിയിട്ടുള്ള ആ സുബ്രഹ്മണ്യ ഭുജംഗത്തിൻ്റെ ഏതാനും ശ്ലോകങ്ങൾ ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, ഏതാനും ശ്ലോകങ്ങൾ ഞാനൊന്ന് വായിക്കാം. അതോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ യജ്ഞത്തിൻ്റെ വിശേഷമായിട്ടുള്ള ദിവസത്തിനെ നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. സമർപ്പിക്കുന്നതിന് മുമ്പ് ഹരഹരോ ഹര ഹരഹരോ ഹര ഹരഹരോ ഹര. നമുക്ക് എല്ലാവരോടും നമ്മളെല്ലാവരും ചേർന്നാണ് ഇന്ന് ശൂരംപോര് നടത്തിയത്. എന്നാലും ഭഗവാന്റെ നാമത്തിൽ എല്ലാവരെയും ഈ യജ്ഞപീഠത്തിൽ യജ്ഞാചാര്യൻ എന്നുള്ള നിലയ്ക്ക് വ്യാസപീഠത്തിൽ ഇരിക്കണോണ്ട് നിങ്ങളെ എല്ലാവരെയും ആ ശ്രീമുരുകനായിട്ടുള്ള ഗുരുവായൂരപ്പനായിട്ട് കണ്ടിട്ട് ഞാൻ മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. നിങ്ങളെല്ലാവരെയും ആ ഭഗവാൻ മനസ്സ് നിറഞ്ഞിട്ട് സന്തോഷിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇനിയും വരുന്ന ദിവസങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്. നാളെ ഭഗവാന്റെ ജ്ഞാനോപദേശം, ദേവസേനയെ വിവാഹം ചെയ്തത്, വള്ളിയെ വിവാഹം ചെയ്തത്, ഇതൊക്കെ നാളെയാണ് വരിക. അതിനുശേഷം മറ്റന്നാൾ തൊട്ട് അരുണാചലം, വെങ്കടാചലം,
അതേപോലെ തന്നെ ജഗന്നാഥം, കേദാരനാഥം ഇങ്ങനെയൊക്കെയുള്ള മഹാക്ഷേത്രങ്ങളുടെ മഹാത്മ്യം, അത് കഴിഞ്ഞ് കാശിയുടെ മഹാത്മ്യം, അതുപോലെ മറ്റ് അനവധി ക്ഷേത്രങ്ങളുടെ മഹാത്മ്യം, പടവീടുകളുടെ മഹാത്മ്യം, ഇതെല്ലാം കഴിഞ്ഞ് മുരുകൻ്റെ വിഗ്രഹങ്ങളുടെ മഹാത്മ്യം, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് നവംബർ 9-ാം തീയതി രാവിലെ ഇത്ര തന്നെ അല്ല, ഇതിൻ്റെ അധികം തിരക്ക് വരണം നമുക്ക്. കാരണം അന്നാണ് കല്യാണോത്സവം. ഉച്ചവരെ കല്യാണോത്സവം, ഉച്ചയ്ക്ക് ഭഗവാന്റെ കല്യാണ സദ്യ, അതോടുകൂടിയിട്ട് യജ്ഞം സമാപിക്കും. അന്ന് വള്ളിയും ദേവസേനയും ഭഗവാൻ പരിണയിക്കും, രുദ്രാഭിഷേകം ഉണ്ടാവും. രാവിലെ ഏതാനും 1.5 മണിക്കൂറൊക്കെ പ്രഭാഷണം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ഇവിടെ അഭിഷേകാദികളാണ്. അതിലെല്ലാവരും വരണം. ഭഗവാന്റെ കല്യാണത്തിന് എല്ലാവരെയും ക്ഷണിക്കണു, ഭഗവാന്റെ നാമത്തിൽ ക്ഷണിക്കണു. എല്ലാവരും കുടുംബസമേതം വന്ന് ഭഗവാന്റെ കല്യാണത്തിൽ പങ്കുകൊള്ളണം. ഇതൊരു ക്ഷണമായിട്ട് സ്വീകരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. വെട്രിവേൽ മുരുകനുക്ക് സദാബാലരൂപാഭിവിഘ്നാദ്രിഹന്ത്രി മഹാദന്തിവക്ത്രാഭിപഞ്ചാസ്യമാന്യ വിധീന്ദ്രാതിമൃഗ്യ ഗണേശാഭിധാമേ വിദത്താം ശ്രിയം കാപി കല്യാണമൂർത്തി. ന ജാനാമി ശബ്ദം ന ജാനാമി ചാർത്ഥം ന ജാനാമി പദ്യം ന ജാനാമി ഗദ്യം ചിദേകാഷടാസ്യാഹൃദിദ്യോതദേ മേ മുഖാന്നിസ്സരന്തേ ഗിരിശ്ചാവിചിത്രം. മയൂരാധിരൂഢം മഹാവാക്യഗൂഢം മനോഹാരിദേഹം മഹച്ചിത്തഗേഹം മഹീദേവദേവം മഹാവേദഭാവം മഹാദേവബാലം ഭജേ ലോകപാലം. യഥാ സന്നിധാനം ഗദാമാനവാമേ ഭവാംബോധിപാരം ഗദാസ്തേ തദൈവ ഇതി വ്യഞ്ജയൻ സിന്ധുതീരേയ ആസ്തേ തമീഢേ പവിത്രം പരാശക്തിപുത്രം. യഥാബ്ധേസ്തരംഗാലയം യാന്തി തുംഗ തഥൈവാപദസന്നിധൗ സേവതാം മേ ഇതീവോർമി പങ്ക്തിർനൃണാം ദർശയന്തം സദാ ഭാവയേ ഹൃൽസരോജേ ഗുഹം തം. ഗിരൗ മന്നിവാസേ നരായേധിരൂഢ തഥാ പർവതേ രാജതേ അധിരൂഢ ഇതീവ ഭ്രുവൻ ഗന്ധശൈലാധിരൂഢ സദേവോ മുദേ മേ സദാ ഷൺമുഖോസ്തു. മഹാംബോധി തീരെ മഹാപാപചോരെ മുനീന്ദ്രാകുലേ സുഗന്ധ്യാഖ്യശൈലേ ഗുഹായാം വസന്തം സ്വഭാസാലസന്തം ജനാർത്തിം ഹരന്തം ശ്രയാമോ ഗുഹം തം. വെട്രിവേൽ മുരുകനുക്ക് ലസത് സ്വർണഗേഹേ നൃണാം കാമദോഹേ സുമസ്തോമ സഞ്ജന്യമാണിക്യമഞ്ച് സമുദ്യത് സഹസ്രാർക്കതുല്യപ്രകാശം സദാ ഭാവയേ കാർത്തികം ജയം സുരേശം. വെട്രിവേൽ മുരുകനുക്ക് രണധ്വംസകേ മഞ്ജുളെത്യന്തശോണേ മനോഹാരി ലാവണ്യപീയൂഷപൂർണേ മനഃഷൽപദോ മേ ഭവക്ലേശതപ്ത സദാമോദതാം സ്കന്ദതേ പാദപത്മേ. വെട്രിവേൽ മുരുകനുക്ക് സുവർണാഭദിവ്യാംബരൈർഭാസമാനം കൊണൽ കിങ്കിണി മേഖലശോഭമാനാം ലസത് ഹേമപട്ടേന വിദ്യോതമാനാം കടിംബാവയേ സ്കന്ദതേ ദീപ്യമാനാം. വെട്രിവേൽ മുരുകനുക്ക് പുളിന്ദേശകന്യാഘനാഭോഗതുംഗ സ്തനാലിംഗനാസക്തകാശ്മീരരാഗം നമസ്യാമ്യഹം താരകാരേതവോര സ്വഭക്തവനേ സർവദാസാനുരാഗം. വെട്രിവേൽ മുരുകനുക്ക് വിധഗ്നുപ്തദണ്ഡാൻ സ്വലീലാധൃദണ്ഡാൻ നിരസ്തോപശുണ്ഡാൻ ദ്വിഷത്കാലദണ്ഡാൻ സധേന്ദ്രാരിഷണ്ഡാൻ ജഗത്രാണശൗണ്ഡാൻ സദാതേ പ്രചണ്ഡാൻ ശ്രയേ ബാഹുദണ്ഡാൻ. വെട്രിവേൽ മുരുകനുക്ക്
സദാ ശാരദാ ഷൺമൃഗാംഗായദിസ്യു സ്വമുദ്യന്തയേവ സ്ഥിതശ്ചന്ദമന്ദ സദാ പൂർണ്ണബിംബ കളങ്കൈശ്ച ഹീനാസ്തദാ ത്വന്മുഖാനാം ഭ്രുവേ സ്കന്ദസാമ്യം. മുരുകനുക്ക് സ്ഫുരന്മന്ദഹാസൈ സഹംസാനി ചഞ്ചത് കടാക്ഷാവലി ഭൃംഗസംഘോജ്വലാനി സുധാസ്യന്തി ബിംബ ധരാണീശസൂനോ തവ ലോകയേ ഷൺമുഖാംബോരുഹാണി. വെട്രിവേൽ മുരുകനുക്ക്, വെട്രിവേൽ മുരുകനുക്ക്, வெற்றிவேல் முருகனுக்கு, 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 வெற்றிவேல் முருகனுக்கு. പൊന്നുഗുരുവായൂരപ്പനെ സാക്ഷിയാക്കിയിട്ട് ഇന്നത്തെ ദിവസത്തെ യജ്ഞപ്രഭാഷണത്തിന് ശ്രീമുരുകൻ്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് സമർപ്പിക്കണം. ഭഗവാനെ, ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അശ്രദ്ധ കൊണ്ടോ അലസത കൊണ്ടോ അഹങ്കാരം കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ പറഞ്ഞതോ പ്രവർത്തിച്ചിട്ടുള്ളതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ പുറത്ത് ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ കുമരാ മുരുക.